ഇത് ഇൻഫോമീഡിയ മലയാളം. വളരെ പ്രാധാന്യമുള്ള 4 വാർത്തകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ കൂടുതൽ ആളുകളിൽ എത്തേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികൾക്കും ആദിവാസി വിഭാഗത്തിലെ കുട്ടികൾക്കും ലാപ്ടോപ്പും ടാബും സൗജന്യമായി നൽകുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. ഇതിനുള്ള ഉത്തരവ് ഇറങ്ങിയതായും മന്ത്രി വ്യക്തമാക്കി. 43,932 പട്ടികജാതി കുട്ടികൾക്കാണ് ഓൺലൈൻ പഠനോപകരണം നൽകാനുള്ളതെന്ന് മന്ത്രി സജി ചെറിയാൻ ചൂണ്ടിക്കാട്ടി. അതേസമയം വിദ്യാശ്രീ ലാപ്ടോപ്പ് പദ്ധതിയിൽ നിന്ന് HP, ലെനോവോ കമ്പനികൾ പിന്മാറിയതിനെ തുടർന്ന് സർക്കാർ പദ്ധതി പുതിയ രൂപത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. KSFE ലാപ്ടോപ്പ് നേരിട്ട് വിതരണം ചെയ്യുന്നതിന് പകരം ലാപ്ടോപ്പോ ടാബ്ലറ്റോ വിദ്യാർത്ഥികൾ വാങ്ങിയ ശേഷം ബിൽ KSFE ശാഖയിൽ ഹാജരാക്കിയാൽ ഇതിന്റെ വില അല്ലെങ്കിൽ പരമാവധി 20,000 രൂപ അനുവദിക്കുന്നതാണ് പുതിയ പദ്ധതി. ലാപ്ടോപ്പ് കിട്ടാൻ കാലതാമസം പ്രശ്നമില്ലാത്തവർക്ക് കമ്പനികളിൽ നിന്ന് ലഭ്യമാകുന്ന മുറക്ക് KSFE-യിലൂടെയും ലാപ്ടോപ്പ് വിതരണം ചെയ്യും. രാജ്യത്തെ പുതിയ കോവിഡ് കേസുകളുടെ കാരണം ഇപ്പോഴും ഡെൽറ്റ വേരിയന്റ് തന്നെയെന്ന് വിദഗ്ധർ. ഡെൽറ്റ വകഭേദത്തിനെതിരെ വാക്സിൻ ഉയർന്ന സുരക്ഷ ഉറപ്പാക്കുന്നുണ്ടെങ്കിലും ഇവ പ്രവേശിക്കുന്ന രോഗിയുടെ ശ്വസന നാളിയിൽ വളരെ വേഗം വളരുകയും പെരുകുകയും ചെയ്യുമെന്ന് വിദഗ്ധർ പറയുന്നു. യഥാർത്ഥ വൈറസ് വേരിയന്റിനേക്കാളും 1000 മടങ്ങ് വേഗത്തിൽ ഡെൽറ്റ പെരുകുമെന്നാണ് കണ്ടെത്തൽ. ഇന്ത്യയിലെ 10 ലാബുകളുടെ സംഘടനയായ ഇൻസാക്കോഗാണ് ഇക്കാര്യം പറഞ്ഞത്. ഇതേസമയം കേരളത്തിൽ കോവിഡ് നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശനി, ഞായർ ദിവസങ്ങളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആണ്. പ്രതിരോധ പ്രവർത്തനങ്ങൾ സർക്കാർ ഊർജിതമാക്കിയെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കാറ്റഗറി A, B പ്രദേശങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകളിലും മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും 50% ഉദ്യോഗസ്ഥരെയും C കാറ്റഗറിയിൽ 25% ഉദ്യോഗസ്ഥരെയും ഉൾക്കൊള്ളിച്ചാണ് പ്രവർത്തനം. D വിഭാഗത്തിൽ അവശ്യ സർവീസ് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. കേരളത്തിൽ 12.1% കഴിഞ്ഞ 3 ദിവസത്തെ TPR. ഏറ്റവും കൂടുതൽ TPR രേഖപ്പെടുത്തിയത് മലപ്പുറം ജില്ലയിലാണ്. ഇതേസമയം സംസ്ഥാനത്തും പക്ഷിപ്പനി സ്ഥിരീകരിച്ചുവെന്ന് റിപ്പോർട്ട്. കോഴിക്കോട് ജില്ലയിലെ കൂരാച്ചുണ്ട് ഫാമിലെ 300 കോഴികൾ ചത്തു. ഇവയുടെ സാമ്പിളുകൾ തിരുവനന്തപുരം, ആലപ്പി ലാബുകളിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഇതിൽ ഒരു ലാബിൽ നിന്നും പോസിറ്റീവ് ഫലമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാക്കിയിട്ടുണ്ട്.